പാരഡൈസ് റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്തനാകയുടെ ചിത്രമാണ് പാരഡൈസ്. ഇതൊരു ആർട്ട് ഫിലിം സെറ്റപ്പിൽ ഉള്ള വളരെ ചെറിയ പടമാണ്. ഉദ്ദേശം 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു ചിത്രം. പക്ഷേ പാരഡൈസ് സംസാരിക്കുന്ന വിഷയം ഗൗരവമേറിയതാണ്. താങ്കളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി ശ്രീലങ്കയിൽ രാമായണ ടൂറിനെത്തുന്ന ദമ്പതിമാരിലൂടെയാണ് കഥ തുടങ്ങുന്നതും നീങ്ങുന്നതും അവസാനിക്കുന്നതും. 2 വർഷങ്ങൾക്ക് മുമ്പെയാണ് കഥ നടക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിലെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും മറ്റു പ്രശ്നങ്ങളും ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ വരുന്നു. അവിടുത്തെ സാധാരണ ജനങ്ങളും ഭരണവും ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം അനുഭവിക്കുന്ന ആ കാലത്തെ വിഷയങ്ങളെല്ലാം തന്നെ ടച്ച് ചെയ്തുകൊണ്ടാണ് പടം കഥ പറഞ്ഞു പോകുന്നത്. ശ്രീലങ്കയിലെ പണത്തിൻ്റെ പ്രശ്നവും വർഗീയതയും വർണ്ണവിവേചനവും വേട്ടയും ഒക്കെ തന്നെ സിനിമയിൽ വ്യക്തമായി വരച്ചു കാട്ടുന്നു. ഒരു ശ്രീലങ്കൻ ഫിലിം മേക്കർ സംവിധായകൻ ആയതുകൊണ്ടുകൂടിയാവാം അത്തരം കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചതും ധൈര്യപൂർവ്വം പറഞ്ഞതും. കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളിലൂടെയും സിനിമ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ദർശനയും റോഷനും 2 ധ്രുവങ്ങളിൽ ചിന്തിക്കുന്ന ദമ്പതികളായി മികച്ച ടൈമിങ്ങോടെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ദർശനയുടെയും റോഷൻ്റെയും കഥാപാത്രങ്ങൾ ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രത്തിലെ ആഷിഖ് കപൂറിൻ്റെ റാണി എന്ന ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങളുമായി സാമ്യത തോന്നി. അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിൻ്റെ തുടർച്ച എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു ഷെയ്ഡ് വന്നു എന്നും പറയാം. കൂടാതെ ഡ്രൈവറായും റിസോർട്ട് സ്റ്റാഫുകളായും പോലീസുകാരായും ഒക്കെ വന്ന അഭിനേതാക്കളും നന്നായിരുന്നു. എൻ്റർടൈനർ മൂഡുള്ള ഒരു സിനിമയല്ല ഇത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആസ്വദിക്കാൻ വേണ്ടി മുൻധാരണയോടുകൂടി വരുന്നവർക്ക് പടം പൂർണ്ണ സംതൃപ്തി തരണം എന്നില്ല. രാമായണത്തെ ഓരോ വ്യക്തിയുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ ചിത്രം നരേറ്റ് ചെയ്യുന്നതായി കാണാം. രാമായണവും രാവണനും സീതയുമെല്ലാം ശ്രീലങ്കയുടെ സംസ്കാരവും ആയും ആ രാജ്യത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയുമായും ഏതു തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നും സിനിമ ചർച്ച ചെയ്യുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സൊക്കെ കുറഞ്ഞ ഒരു സാധാരണ കുഞ്ഞു ശരാശരി രേഖയിൽ നിൽക്കുന്ന ചിത്രമാണ് പാരഡൈസ്.